ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾക്ക് എന്നാൽ ഇന്നൊരു ചേമ്പ് കറി ഉണ്ടാക്കിയാലോ? തനി നാടൻ ചേമ്പ് കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. വളരെ കുറഞ്ഞ സമയത്ത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ വീടുകളിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾക്ക് അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ നോക്കാം. നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് ചേമ്പ്, അരമുറി തേങ്ങ, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, അതിൽ 1/4 ടീസ്പൂൺ നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോൾ ചേർക്കും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മളുടെ ചേമ്പ് വേവിക്കുന്ന ടൈമിൽ ചേർത്ത് കൊടുക്കും. ഒരു 4 വലിയ അല്ലി ചെറിയുള്ളി, 3 പച്ചമുളക്, ഒരു 3 അല്ലി വെളുത്തുള്ളി, ഒരു പിഞ്ച് ജീരകം. ഇത്രയാണ് നമുക്കിതിലേക്ക് വേണ്ടത്. ആദ്യം നമ്മൾക്ക് ചേമ്പ് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാം. ഇനി ഇത് നമ്മൾക്ക് വേവിച്ചെടുക്കാം. ഇനി നമ്മൾക്ക് ഇതെല്ലാം കൂടി മിക്സിയിലൊന്ന് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. നമ്മൾ തേങ്ങയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും ജീരകവും പച്ചമുളകും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മളുടെ ചേമ്പ് ഇപ്പോൾ വെന്തിട്ടുണ്ടാവും. നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇപ്പോൾ. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമ്മളുടെ അരപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അരപ്പ് നമുക്കൊന്ന് മൂടി വെച്ച് അത്യാവശ്യം ഒന്ന് ആവി വരുന്നവരെ നമുക്ക് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചൊന്ന് വേവിക്കാം. 1 മിനിറ്റ് പോലും ഇങ്ങനെ അടച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ആവി ഒന്ന് കയറി വരുന്ന കാണുമ്പോൾ തന്നെ നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ആവി കയറി വന്നു, നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമ്മൾക്ക് താളിക്കാനുള്ളത് താളിച്ചെടുക്കാം. നമ്മൾ പാത്രം ചൂടാക്കാനായിട്ട് വെച്ചു. ചൂടായ പാത്രത്തിലേക്ക് നമ്മൾക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി നമുക്കിതിലേക്ക് ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോൾ നമ്മളുടെ കറിയിലേക്ക് നമുക്ക് ചേർത്ത് താളിക്കാം. നമ്മുടെ ചെറിയുള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമ്മൾക്കപ്പോൾ ഇത് നമ്മളുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും വീഡിയോയിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് മറ്റൊരു ദിവസം കാണാം.